പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മൾ ദൈവവചനത്തെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓരോ നാളും വളരുമ്പോൾ ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു. ദൈവവചനം നമ്മളെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിവ് തരുന്നു. അതായത് ക്രിസ്തു വസിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ്, അവന് എത്രത്തോളം കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കും, അവന്റെ ശക്തി എത്രത്തോളം ഉണ്ട്, അവന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ദൈവവചനത്തിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ദൈവവചനം. അതാണ് ബൈബിള്. നമുക്ക് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയത്തില്ല. അതിനോട് ചേർന്ന് 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ജഡത്തിലും ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനും ജനിച്ചത് ആത്മാവാകും. അപ്പൊ അവിടെ അത് വളരെ വ്യക്തമായി പറയുന്നത്, ആത്മാവിനെ ജനിച്ചത് ആത്മാവ്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുമ്പോൾ ആത്മാവിൽ ജനിക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവ് ജീവിപ്പിക്കുന്നു, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം. അപ്പൊ ആത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ച വചനമാണ് ആത്മാവും ജീവനും. അപ്പൊ ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുമ്പോൾ വചനത്താൽ ജനിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് നമ്മളെ ആ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് 1 പത്രോസിന്റെ ലേഖനത്തില് അതിന്റെ 1-ാം അധ്യായത്തില് 23-ാം വാക്യം, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മുടെ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നത് വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ 1-ാം അധ്യായത്തിൽ വീണ്ടും അത് എടുത്ത് നമുക്ക് അത് ഉറപ്പിക്കുന്ന രീതിയിൽ പറയുന്നു. അതിന്റെ 18-ാം വാക്യം, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ പറയുന്നത് സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വചനത്താൽ വീണ്ടും ജനിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ജനനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും, ഞാൻ സംസാരിച്ച വചനമാണ് ആത്മാവ്. അപ്പോൾ ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ വചനത്താൽ, ആ വചനത്തെ വിശ്വസിച്ച് യേശു ദൈവപുത്രനെന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയില് ഉണ്ടാകുന്ന വീണ്ടും ജനനത്തെയാണ് ആത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്, വചനത്താൽ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ വചനത്താൽ വീണ്ടും ജനിക്കുക, ആത്മാവിനാൽ വീണ്ടും ജനിക്കുക, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. അപ്പൊ നമുക്ക് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 8-ാം വാക്യം, 1 യോഹന്നാൻ 5:8, സാക്ഷ്യം പറയുന്നവർ 3 ഒന്ന് വെള്ളം, രക്തം, ആത്മാവ്. എന്നാൽ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് ആത്മാവിന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ആത്മാവ് സത്യമാണ്. അപ്പൊ ആത്മാവ് സത്യം എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ വചനം സത്യമാണ്. യേശുക്രിസ്തു പറഞ്ഞ വചനം സത്യമാണ്. അപ്പൊ ആ പറഞ്ഞ വചനത്തിന്റെ സത്യത, അതായത് അതിന്റെ ആധികാരികത, അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ആത്മാവ് പറഞ്ഞ വചനം, ആത്മാവ് സത്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മാവാകുന്ന വചനം, ദൈവം യേശു സംസാരിച്ച വചനം നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുന്ന, മാനിക്കുന്ന, പണിയുന്ന വചനം. അപ്പൊ ഈ വചനത്താലാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വീണ്ടും ജനിച്ചത് കർത്താവിനോട് കണക്റ്റഡ് ആയി നിൽക്കുന്നത്. അപ്പൊ ഈ വചനം ഇവിടെ ദൈവവചനത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം, അത് ആത്മാവും ജീവനുമാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവർ. അപ്പൊ ശുദ്ധിയുള്ളവരായി തീർന്നത് എങ്ങനെയാ? കർത്താവ് സംസാരിച്ച വചനത്താൽ.
അപ്പൊ എങ്ങനെയാണ് നമ്മൾ വചനത്താൽ ശുദ്ധിയുള്ളവരായി തീരുന്നത്? യേശുക്രിസ്തുവിന്റെ വചനത്തെ നമ്മൾ കേട്ടപ്പോഴല്ല, അത് കേട്ട് വിശ്വസിച്ചപ്പോൾ, വിശ്വാസത്താൽ നമ്മളൊരു കാര്യം ഉണ്ടായി, നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. ആ ദൈവ മക്കൾ എന്ന് പറയുന്ന പദവിയിലായി തീർന്നതാണ് ശുദ്ധീകരണം. നാം ശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു, ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ മാറി. അതൊരു വലിയ പദവിയാണ്, ദൈവ മക്കളായിട്ട് നമ്മൾ മാറി. അപ്പൊ ആ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ പദവിയിലേക്ക് നമ്മൾ ആയിത്തീർന്നത് യേശുക്രിസ്തുവിന്റെ വചനത്തെ വിശ്വസിച്ചപ്പോൾ. അതായത് യേശുക്രിസ്തു പറഞ്ഞ വചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. യേശുക്രിസ്തു വന്നത് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10:10. ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനുമായിട്ട് തന്നെ ഞാൻ വന്നത് എന്ന് യേശു പറയുമ്പോൾ, അപ്പം ജീവൻ ഉണ്ടാകുന്നത് വചനത്താൽ. യേശു വന്നത് നമുക്ക് ജീവൻ തരാനായിട്ട്. യേശു പറഞ്ഞ വചനമാണ് ആത്മാവും ജീവനും. ആത്മാവും ജീവനും. അപ്പൊ ആത്മാവ് ആരാണെന്ന് മനസ്സിലാക്കണം. ആത്മാവിനെ കുറിച്ച് നമ്മൾ 2 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമാത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കും. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: കർത്താവ് ആത്മാവാകുന്നു. അപ്പൊ കർത്താവ് ആത്മാവാണ്, യേശു ആത്മാവാണ്, പിതാവ് ആത്മാവാണ്, ദൈവം ആത്മാവാണ്. അത് അവിടെ അങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ 4:24 ദൈവമാത്മാവാകും. 2 കൊരിന്ത്യർ ലേഖനം 3-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവ് ആത്മാവാകും. എന്നാൽ അതേ സ്ഥലത്ത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പൊ അവിടെ ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ചാണ്. ആത്മാവ് അല്ലെങ്കിൽ യേശു പറഞ്ഞ വചനത്തെ ആത്മാവ് എന്ന് പറയുമ്പോൾ യേശുവിനെ തന്നെ ആത്മാവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിന് അതിന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ ആത്മാവ് ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് നമ്മെ ജീവിപ്പിക്കുന്നു. അപ്പൊ ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവ്. കർത്താവ് പറഞ്ഞ വചനം ജീവിപ്പിക്കുന്ന ആത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കേ, നമ്മുടെ കർത്താവ് ആദിയിൽ വെള്ളത്തിനുമേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, ഉണ്ടായി. കാരണം ജീവിപ്പിക്കുന്ന ആത്മാവ്. നമുക്ക് പഴയ നിയമത്തിൽ ജീവൻ ആർക്കൊക്കെ ഉണ്ടായി എന്ന് കാണുന്നു. ആ ജീവിപ്പിക്കുന്ന ആത്മാവ് ഒടുക്കത്തെ ആദാമായിരുന്നവൻ, അവൻ ആദ്യമേ വെളിപ്പെട്ടു. പക്ഷെ ആദ്യം വെളിപ്പെട്ടത് വചനമായിട്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തേക്ക് നമ്മൾ കാണുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ജീവിപ്പിക്കുന്ന ആ വചനം, ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ആ വചനം ആദിയിൽ ഉണ്ടായിരുന്ന വചനമാണ്. അപ്പോൾ 1-ാമത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ്. ആത്മാവ് ജീവിപ്പിക്കുന്നു. അതാണ് നമ്മളോട് കാണുന്നത്. ആത്മാവ് ജീവിപ്പിക്കുന്നു. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് മാറി. അപ്പൊ നമ്മള് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവനാലും അവൻ നിമിത്തവും സകലവും ഉണ്ടായി. അപ്പൊ സകലത്തിനും കാരണഭൂതനായവൻ, അവനാലാണ് സകലവും ഉണ്ടായത്. യേശുക്രിസ്തുവിനാൽ സകലവും ഉണ്ടായി എന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു വചനത്താൽ സകലവും ഉണ്ടായി. അപ്പൊ യേശുക്രിസ്തുവിനെ വചനമായിട്ടും വചനത്തെ യേശുവായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ വചനത്താൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനാൽ വീണ്ടും ജനിക്കുക, ക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കുക. അത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ വീണ്ടും ജനിച്ചവരായിട്ട് നമ്മൾ പോകും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിനെ വിശ്വസിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിന്, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തില് അവനൊരു ഉറപ്പ് വരികയാണ്: യേശുവിൽ വസിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു. യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കും. യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഒരു വിധത്തിലും ഞാൻ തകരാൻ, നശിക്കാൻ, അടിമയാകാൻ അനുവദിക്കാത്ത വണ്ണം ഈ വചനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പോ വചനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവ് ചെയ്യും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം. അപ്പൊ ആത്മാവ് എന്ന നിലവാരത്തിൽ ആത്മാവിനെ പരിചയപ്പെടുത്തുന്നത് യേശു ഇങ്ങനെയാണ്:
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനമാണ് ആത്മാവും ജീവൻ. ഞാൻ സംസാരിച്ച വചനമെന്ന് യേശു ഇവിടെ പറയുമ്പോൾ നമുക്ക് യേശു സംസാരിച്ച വചനം എങ്ങനെയാണ് യേശു സംസാരിച്ചത് എന്നത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ ഞാൻ സംസാരിച്ച വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് ആത്മാവ്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനമാണ് ആത്മാവ്. അപ്പൊ ഞാൻ സംസാരിച്ച വചനം ഇവിടെ പറയുന്നത് ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. എത്ര മനോഹരമായിട്ട് അവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. എന്റെ പ്രവൃത്തി, തന്റെ പ്രവൃത്തി എന്നിൽ വസിച്ചുകൊണ്ട്. അപ്പൊ അവിടെ വചനം പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? പറയുക, സംസാരിക്കുക. ആമേൻ ഹല്ലേലൂയ. ആത്മാവ്, ആമേൻ ഹല്ലേലൂയ, ശബ്ദമല്ല. ആത്മാവ് എന്തോ ഒരു വസ്തുവല്ല. ആത്മാവ് ജീവിപ്പിക്കുന്നവനാണ്. ആത്മാവ് ദൈവമാണ്. ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ആമേൻ യേശു സംസാരിച്ച വചനം സ്വയമായിട്ടല്ല, പിതാവ് അവനിൽ വസിച്ചുകൊണ്ട് സംസാരിച്ചത്. പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് സംസാരിച്ചതാണ് ഈ വചനമെല്ലാം. ഹല്ലേലൂയ. അപ്പൊ പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് സംസാരിച്ച വചനം, അത് തുടർന്ന് പറയുന്നത് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ വചനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഹല്ലേലൂയ. അത് വചനം വെറും ശബ്ദമായിട്ടല്ല, പ്രവൃത്തി ചെയ്യുന്ന വചനം, സൃഷ്ടിക്കുന്ന വചനം, ഇല്ലാത്തതിനെ ഉളവാക്കുന്ന വചനം. ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യേശുവിൽ വസിച്ച പിതാവ് പറഞ്ഞ വചനം, അവൻ യേശുവിൽ വസിച്ചിട്ട് പറഞ്ഞ വചനം, സംസാരിച്ച വചനം. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ യേശുവിൽ വസിച്ചത് പിതാവ് തന്നെയാണ്. യേശുവിൽ വെളിപ്പെട്ടത് പിതാവ് തന്നെയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:18 പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പൊ യേശുവിലൂടെ വെളിപ്പെട്ടത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം തന്നെയാണ് വെളിപ്പെട്ടത്. ആ പിതാവായ ദൈവം വചനത്തിലൂടെ ഹല്ലേലൂയ സൃഷ്ടി പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. അതായത് പഴയ നിയമത്തിൽ അക്ഷരത്തിൽ എഴുതി കൊടുത്തു, ഇങ്ങനെ ആയിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാം, ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാം, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മാവ് ജീവിപ്പിക്കുന്നു. യേശു ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് വന്നിട്ട് പറഞ്ഞു ആത്മാവ് ജീവിപ്പിക്കുന്നു. അതായത് ഇത് ചെയ്ത് നിങ്ങൾ ജീവിക്കുമെന്നല്ല, ആത്മാവ് ഉള്ളവനിൽ ജീവനുണ്ട്, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കുമ്പോൾ, എപ്പോഴാണോ നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കുന്നത്, ആത്മാവിലൂടെ നിങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, നിങ്ങളിൽ എന്തുണ്ടാകുന്നു? ഹല്ലേലൂയ, ജീവൻ ഉണ്ടാകുന്നു. കാരണം ആത്മാവ് ആരാ? ജീവിപ്പിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്നവനാണ് ആത്മാവ്, വചനമാണ്. അപ്പൊ പഴയ നിയമത്തിൽ എഴുതി കൊടുത്ത അക്ഷരം ഇവിടെ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവ് സംസാരിച്ച വചനം. ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അപ്പോൾ ആ വാക്കുകൾ നമ്മളിൽ വസിക്കുന്ന പിതാവായ ദൈവം, നമ്മളിൽ വസിക്കുന്ന പിതാവിന്റെ ആത്മാവ്, ഹല്ലേലൂയ, പിതാവിന് ഈ ഭൂമിയിൽ നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സകല പ്രവൃത്തികളും നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മുടെ വചനത്താൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ലാസറിനെ ഉയർപ്പിക്കുക എന്നത് പിതാവിന്റെ പദ്ധതിയാണ്. എന്നാൽ ആ പിതാവിന്റെ പദ്ധതി നിവർത്തിച്ചത് യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താലാണ്. യേശു പറഞ്ഞു ഉളവാകട്ടെ, ഉളവായി. യേശു പറഞ്ഞു സൗഖ്യമാകട്ടെ, സൗഖ്യമായി. യേശു പറഞ്ഞു മരണം നീങ്ങിപ്പോകട്ടെ, ജീവൻ വരട്ടെ, ജീവൻ വന്നു.
നമുക്കറിയാം യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറ വാതിക്കുന്നത് ലാസറെ പുറത്തു വരാനായിട്ട് വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. കാരണം അവിടെ പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് ലാസറിനെ ഉയർപ്പിക്കുന്നത് പിതാവിന്റെ പദ്ധതിയാണ്. ലഗ്യോൻ എന്ന പിശാചു ബാധിച്ചവന് കർത്താവ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവനിൽ നിന്ന് ആ ഭൂതം പോയി. അത് പിതാവിന്റെ ശബ്ദമാണ്. നമുക്കറിയാം 4 പേര് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. അവിടെ യേശു അവനെ കണ്ടോടനെ പറഞ്ഞത്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ചുറ്റും നിന്നവർ പറഞ്ഞു, അത് ശരിയല്ലാത്ത ഉപദേശമാണ്. മനുഷ്യന് പാപത്തെ ക്ഷമിക്കാനുള്ള അധികാരം. ഉടൻ തന്നെ കർത്താവിന്റെ മറുപടി, മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ട് എന്ന് അവരെ അറിയേണ്ടതിന് അവനോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നടന്നു. അതായത് പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, അവിടെ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടത് പാപക്ഷമയാണ്, പിതാവിന്റെ ക്ഷമയാണ് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം വെളിപ്പെട്ടതുപോലെ തന്നെ നിങ്ങളിലും എന്നിലും പിതാവായ ദൈവം വെളിപ്പെടും. പിതാവായ ദൈവം വെളിപ്പെടാനായിട്ടാണ് നമ്മളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന വചനം പിതാവിനെ വെളിപ്പെടുത്താനായിട്ട്, നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന വചനം രോഗസൗഖ്യത്തെ വെളിപ്പെടുത്താനായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള വചനം അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വെളിപ്പെടുത്തുവാനായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മേഖലയിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട, തളർന്നു പോകണ്ട, നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ ശക്തി പ്രകടനം വെളിപ്പെടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശബ്ദമോ ഒന്നുമല്ല ആത്മാവിന്റെ ശക്തിയെ പ്രകടിപ്പിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ വചനമാണ്. ഹല്ലേലൂയ. എന്നാൽ ആ വചനം നിങ്ങളുടെ അകത്തുള്ളപ്പോൾ നിശ്ചയമായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിരിക്കും. അതെ, നിശ്ചയമായി സംഭവിച്ചിരിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ട ദൈവമകൻ, അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും ചികിത്സിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും അത് വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അദ്ദേഹം വളരെ ആരോഗ്യപരമായി വളരെ ക്ഷീണിച്ചു, വണ്ണമൊക്കെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവ് അദ്ദേഹത്തിന് അവസരം കൊടുത്തു. കർത്താവിന്റെ വചനത്തെ അദ്ദേഹം വിശ്വസിച്ചു. ഇവിടെ കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി അദ്ദേഹത്തിന് നടന്നതിന്റെ റിസൾട്ട് വന്നു. അതിന്റെ തുടർന്നുള്ള ടെസ്റ്റുകളെല്ലാം നിർവഹിച്ചു. ഇപ്പോൾ 0, അതായത് ക്യാൻസർ ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യപ്പെടുന്ന പോലെ കർത്താവ് അത്ഭുതകരമായിട്ട് ആ മകന് സൗഖ്യം കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഉള്ളിലെ വചനം എത്രത്തോളം നിങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നു, ഇല്ല വിശ്വസിക്കുന്നു, എത്രത്തോളം ദൈവവചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പുണ്ടോ, അത്രത്തോളം ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം വചനം ആത്മാവാണ്. നമ്മളെ എങ്ങനെയോ തെറ്റിദ്ധരിച്ചു വെച്ചു. ആത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചില പുറമെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ആത്മാവിൽ ചിലർ കൈയടിച്ചെന്നിരിക്കും, സന്തോഷിച്ചെന്നിരിക്കും, പ്രതികരിച്ചെന്നിരിക്കും. അതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആമേൻ, അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അഭിഷേകം, അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് വസിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, പിതാവ്, ആമേൻ, ഹല്ലേലൂയ, എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അത് മുഴുവൻ നമ്മിൽ വസിച്ചുകൊണ്ട് നിവർത്തിക്കുവാൻ. അതെങ്ങനെ നിവർത്തിക്കുന്ന? നമ്മിലൂടെ കർത്താവ് പറയുന്ന വാക്കുകൾ. നമുക്കറിയാം, എഹെസ്കേൽ പ്രവാചകന്റെ ജീവിതാനുഭവത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അല്ലെ? ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് ആത്മാവ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടു. അവിടെ ചെന്ന് വീണതായ അദ്ദേഹത്തെ അവിടെ കൊണ്ട് ആത്മാവ് നിർത്തി എന്നാണ് വചനത്തിൽ കാണുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവം അദ്ദേഹത്തോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കറിയില്ല. പക്ഷെ പ്രവാചകനോട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഈ അസ്ഥികളോട് പ്രവചിക്കാം. അപ്പോൾ അസ്ഥികളോട് പ്രവചിക്കാനായിട്ട് തുടങ്ങി. പ്രവാചകൻ എങ്ങനെയാണ്? ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞു, ദൈവം അവിടെ അരുളി ചെയ്തതുപോലെ പറഞ്ഞു. അവിടെ ആ ചതറിക്കിടന്ന അസ്ഥി കഷങ്ങളെല്ലാം കൂടി ഒരു സൈന്യമായി എഴുന്നേറ്റു എന്നാണ് അവിടെ ഒരു അനുഭവം പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ദൈവവചനത്തെ നമ്മൾ എത്രത്തോളം വചനത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാണോ, നാം എത്രത്തോളം ദൈവവചനത്തെ വിശ്വസിക്കാനും ഏറ്റെടുക്കാനും അത് ശരിയാണെന്ന് അംഗീകരിക്കാനും തയ്യാറാണോ,
അത്രത്തോളം നമ്മൾ പറയുന്ന വാക്കിനെ നമ്മുടെ ചുറ്റുപാടുകൾ അനുസരിക്കാൻ തുടങ്ങും. സൗഖ്യം നിശ്ചയമായിട്ടും നമ്മുടെ വാക്കിനാൽ നമ്മളിൽ സൗഖ്യം നടക്കും. നമ്മുടെ വാക്കിനാൽ നമ്മളിൽ ജീവൻ പുറപ്പെടും. നമ്മുടെ വാക്കിനാൽ നമ്മളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അപ്പം വചനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവവചനത്തെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കും, ദൈവവചനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അത്രത്തോളം വചനം നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ പ്രവൃത്തികളെ കൊണ്ടുവരും, അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വചനത്തെ, ദൈവവചനത്തെ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു, അത്രത്തോളം വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ ശക്തിയുള്ളതാണ്. രോഗസൗഖ്യത്തിന് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും നിശ്ചയമായിട്ടും. പക്ഷേ നിങ്ങൾ ദൈവവചനത്തിൽ രോഗസൗഖ്യത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച്, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന ദൈവവചനത്തെ നിങ്ങൾ വിശ്വസിച്ച് അതിനെ പറയാൻ, അതിനെ വിശ്വസിക്കാൻ, അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളിൽ സൗഖ്യം നിശ്ചയമായിട്ട് നടക്കും. അതിന് മറ്റൊരു ഉപാധിയും തിരക്കി നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മിൽ നടന്നിരിക്കും, ഒരു സംശയം. 100 സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കും. വചനം കേട്ട് വിശ്വസിച്ച്, കേട്ട വചനത്തെ വിശ്വസിച്ചിട്ട് അത്ഭുതങ്ങളെ പ്രാപിച്ചത്. അത് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം അത് ജീവിതത്തിലേക്ക് ഓരോ നാളും, ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും അതിനെ നിങ്ങൾ പണിയാനായിട്ട്, അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങളെ വിളിച്ചു കൊടുക്കും. അപ്പൊ അതിന് നമ്മളുടെ അകത്തുണ്ടാവേണ്ട ഒരു കാര്യം, ദൈവവചനത്തെ കേൾക്കണം. വിശ്വാസം ആണ് എല്ലാറ്റിനെയും അടിസ്ഥാനം. അല്ലെ ഇവിടെ പറയുന്നത് വിശ്വസിക്കണം. ദൈവവചനത്തെ കുറിച്ച് എല്ലായിടത്തും പറയുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. അല്ലെ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാലെ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യം. നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചില്ലയോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികൾക്ക് വരേണ്ടത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. വിശ്വാസികളെത്ര അബ്രഹാമിന്റെ സന്തതികൾ. അപ്പോൾ വിശ്വാസത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഒരാളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന വചനം. നമ്മൾ വചനം, വിശ്വാസം ഉണ്ടാകുന്ന കേൾവിയാണ്. നമ്മൾ കൂടെ വചനം കേൾക്കുമ്പോഴാണ്, കേൾക്കുന്ന വചനമാണ് നമ്മുടെ അകത്ത് വലിയ മാറ്റം, അതായത് ഉറപ്പ് നമ്മുടെ അകത്ത് കൊണ്ടുവരികയും വിശ്വാസത്തിൽ നമ്മൾ വളരുകയും ചെയ്യും. വിശ്വാസത്തിൽ വളരുമ്പോൾ വിശ്വസിക്കുന്നവനാണ് സകലവും സാധ്യം. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വചനം കേൾക്കണം. നമ്മുടെ ജീവിതത്തിന്, നിങ്ങളുടെ ജീവിതവും സാഹചര്യവും എവിടെ ഏത് നിലയിലാണ്, എത്രത്തോളം നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേഖലകളിൽ നിങ്ങൾ തകർന്നു കിടക്കുന്നു നിങ്ങൾക്ക് തോന്നിയാൽ പണിയാൻ വളരെ ലഘുവാണ് ദൈവവചനം കേൾക്കുക, വചനം കേൾക്കുക. ഇവിടെ പറയുന്നത്, യേശു പറയുക, ഞാൻ സംസാരിക്കുന്നത് ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നോട് എന്നിൽ വസിച്ചിട്ട് തന്റെ പ്രവൃത്തി ചെയ്യുക. നമുക്കറിയാം, മോശയോട് ദൈവം പറഞ്ഞു, നീ വടിയെടുത്ത് സമുദ്രത്തെ വിഭാഗിക്ക. മോശ പറഞ്ഞു, അവിടെ പ്രവൃത്തി ആരംഭിച്ചു. അപ്പൊ മോശ പറഞ്ഞതുപോലെ, മോശ പുറമേ നിന്ന് കേട്ടിട്ടാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളും ഞാനും ഒരു ശബ്ദം കേട്ട് പറയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മിൽ വചനമാകുന്നവൻ വസിക്കുക. അപ്പൊ വചനത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുക, ഞാൻ അത്ഭുതം പ്രാപിച്ചിരിക്കുക, എന്റെ മേൽ ഇനി ശാപം വാഴത്തില്ല, എന്റെ മേൽ രോഗം വാഴത്തില്ല. എന്റെ ജീവിതത്തിനകത്ത് ആരൊക്കെ ഏതൊക്കെ മേഖലകളിൽ പ്രതിസന്ധികൾ പോലെ എന്റെ ജീവിതത്തിൽ തോന്നിയാലും ഇല്ല, അതിനൊന്നും എന്റെ മേൽ വാഴാൻ അധികാരമില്ല. കാരണം ഞാൻ പുതിയ സൃഷ്ടിയ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ മീ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. അത് മതി എന്റെ ജീവിതം അത്ഭുതമാകാൻ. അത് മതി എന്റെ ജീവിതം ഒരു സാക്ഷ്യമാകാൻ. അത് മതി എന്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും നിങ്ങളെ ജീവിപ്പിക്കാൻ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. വചനമാത്മാവാണ്, ആത്മാവ് ജീവിപ്പിക്കുന്നവനാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, അത്ഭുതകരമായി നിങ്ങളെ വിടുവിക്കുവാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം, അത്ഭുതം, ഫ്രീഡം എന്തുമാണ്, അതിനെ മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങൾ കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്.
ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്, നിങ്ങൾ പറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വചനം കേൾക്കണം. എന്നാൽ വിശ്വസിക്കുന്നത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വചനം പറയണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വചനം കേൾക്കണം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വചനം പറയണം. അപ്പൊ നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിരാവിലെ എഴുന്നേൽക്കും, ഓരോ ദിവസവും പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വചനങ്ങളെ, നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ വചനത്തിലുള്ള വാഗ്ദത്തങ്ങളെ നിങ്ങൾ തന്നെ പറയണം. വേറൊരാള് വന്ന് പ്രവചിക്കാനായിട്ടോ മറ്റൊരു വ്യക്തി വന്ന് നിങ്ങളുടെ തലയിൽ വെക്കാൻ, നിശ്ചയമായിട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളിൽ മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സൗഖ്യമാകും. പ്രവചിച്ചാൽ ആത്മാവ് അതുപോലെ നിവർത്തിക്കാനായിട്ട് നിശ്ചയമായിട്ടും പ്രവചനം നിറവേറും, ഇതൊക്കെ നടക്കും. പക്ഷെ നിങ്ങൾ വേറെ അക്കൗണ്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തു യേശുവിൽ ഉവ്വെന്നും ആമേനെന്നുമാണ്. നിങ്ങളത് പറഞ്ഞാൽ മതി, നിങ്ങളതിൽ സംഭവിച്ചിരിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് അങ്ങനെ വർദ്ധിച്ചു വരാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ ചുവടുകൾ വെപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ഞങ്ങൾ തളർന്നും നിരാശപ്പെട്ടും ഭയപ്പെട്ടും ഭാരപ്പെട്ടും ആയിരിക്കുന്നു, അവിടെ എല്ലാം ക്രിസ്തുവിന്റെ വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങൾ എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ മരണകരമായ ഡെഡ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ളവനായ കർത്താവിന്റെ വചനം, ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവവചനം ഇപ്പോൾ തന്നെ അവരിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ തലമുറകളിലേക്ക് വെളിപ്പെടുവാൻ പ്രവർത്തിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ്, അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലുകളും ജയമുണ്ടാകട്ടെ. കുടുംബങ്ങളായും വ്യക്തികളായും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, അവരുടെ ഭവനത്തിനകത്ത് ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുന്നതിനായി സ്തോത്രം. സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി, എഴുന്നേൽപ്പിച്ചതിനായിട്ട് നന്ദി, പുതുക്കത്തിൽ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്താനായിട്ട് ഒറ്റ കാര്യമുള്ളൂ, ദൈവവചനം പറയുക, പ്രഖ്യാപിക്കുക, വിശ്വസിക്കുക. അതെ, ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.